ഞാൻ ഡോക്ടർ സയ്യിദ് മോഹ്സിൻ. അടുത്ത കാലത്തായിട്ട് ഒരു പേഷ്യൻ്റ് വന്നിരുന്നു, ഒരു യുവാവായിരുന്നു. അദ്ദേഹം വന്ന കംപ്ലൈൻറ്റ് പ്രീമച്വർ ഇജാക്കുലേഷൻ ആയിരുന്നു. അതായത് സ്ത്രീകസ്ഖലനത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഹിസ്റ്ററി എടുത്ത സമയത്ത് പ്രധാനമായിട്ടുള്ള പുള്ളിക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് വന്നത്. കാരണം നൈറ്റ് ഡ്യൂട്ടി എടുക്കേണ്ടി വന്നു. അതോടുകൂടി തന്നെ ചെറുതായിട്ട് എല്ലാ കാര്യങ്ങളും താളം തെറ്റാൻ തുടങ്ങി. അപ്പോൾ അതിന് ശേഷമാണ് പുള്ളിക്ക് പ്രീമച്വർ ഇജാക്കുലേഷൻ കണ്ടുവന്നത്. അപ്പോൾ അവർ സംസാരിക്കുന്നത് ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററി എടുത്ത സമയത്ത് യുവാവ് പറഞ്ഞ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇന്നത്തെ കാലത്ത് ആ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ മാർക്കറ്റിൽ. സോഷ്യൽ മീഡിയയിലായാലും FBയിലായാലും പല പ്രോഡക്റ്റിൻ്റെ ആഡ്, യൂട്യൂബിലൊക്കെ ആഡുകൾ ഇങ്ങനെ വരുന്നുണ്ട് ലെങ്ത്ത്. അപ്പോൾ പുള്ളി എല്ലാ പ്രോഡക്റ്റുകളും ഉപയോഗിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഗൗരവം പുള്ളിക്ക് മനസ്സിലാവുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇന്ന് പ്രീമച്വർ ഇജാക്കുലേഷനെ കുറിച്ചിട്ടുള്ള 3 പ്രധാനമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് മാർക്കറ്റിൽ അവൈലബിൾ. പ്രീമച്വർ ഇജാക്കുലേഷൻ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതല്ല. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ജെല്ലുകളും ലോക്കൽ ആപ്ലിക്കേഷൻ ക്രീമുകളുമാണ്. നമുക്കെല്ലാവർക്കും പറയാം ഒരുപാട് ക്രീമുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ചെയ്യണ ഫങ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ടോപ്പിക്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ആ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലോക്കൽ സെൻസേഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് സെക്സിനോട് ബോഡിയുടെ നോർമൽ മെക്കാനിസം ആയിട്ടുള്ള സെക്ഷൽ പ്ലഷർ, അതായത് ഉദാഹരണം ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സെക്സ് അനുഭവിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ബോഡിക്ക് ഇജാക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, സ്ഖലനം നടത്തേണ്ട ആവശ്യമില്ല. കാരണം എന്താ, അവിടെ സെക്സേ നടക്കണില്ല. ആ ഒരു മെസ്സേജ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക, ഈ ടോപ്പിക്കൽ അപ്ലൈ ചെയ്യുന്ന അനസ്തേഷ്യക് ടൈപ്പ് ജെല്ലാണ്. ഇത് പതിയെ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യും, സെക്സിനോടുള്ള താല്പര്യം കുറയും. കാരണം എന്താ, സെൻസേഷൻ നഷ്ടപ്പെട്ടു പോകും. രണ്ടാമത് ഇദ്ദേഹത്തിൻ്റെ പാർട്ട്ണർക്ക് കൂടി എന്ത് ചെയ്യും, ഈ ഒരു ബുദ്ധിമുട്ട് എഫക്റ്റ് ചെയ്യും. കാരണം പാർട്ട്ണർക്കും ഈ ഒരു എഫക്റ്റ് വരും. ഈ സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ഈ പറഞ്ഞ എല്ലാ നെർവ്സിൻ്റെയും സ്റ്റിമുലേഷനും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെയാണ്. ഈ പറഞ്ഞ ലോക്കൽ അനസ്തേഷ്യ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞ കംപ്ലീറ്റ് അവിടെ സെൻസേഷൻ ഇല്ലാതാവുകയാണ്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. ഇത് പതിയെ എന്ത് ചെയ്യും, മെയിൽ പാർട്ട്ണർക്കും ഫീമെയിൽ പാർട്ട്ണർക്കും സെക്സിനോടുള്ള താല്പര്യം കുറഞ്ഞു പോകും. രണ്ടാമത് മാർക്കറ്റിൽ സുലഭമായിട്ട് കാണുന്ന പ്രൊഡക്റ്റാണ് സ്പ്രേകൾ, വ്യത്യസ്ത തരം സ്പ്രേകൾ. ഇത് നേരത്തെ പറഞ്ഞ അതേ എഫക്റ്റാണ്, അതേ സയൻറ്റിഫിക് എഫക്റ്റാണ് അത് വർക്ക് ചെയ്യുന്നത്. എന്തിനാണ്, സെൻസേഷൻ പതിയെ കുറയ്ക്കുകയാണ്. അപ്പോൾ എത്ര ടൈം ആണെങ്കിലും ലോങ് ഇറക്ഷൻ നിൽക്കുകയാണ്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താ സംഭവിക്കുന്നത് കഴിഞ്ഞാൽ, മെയിൽ പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം, പുരുഷനെ സംബന്ധിച്ചിടത്തോളം സെക്സുമായിട്ട് ബന്ധപ്പെട്ട യാതൊരുവിധ ആസ്വാദനം ലഭിക്കാതെ വരികയും പിന്നീട് സെക്സ് തന്നെ വേണ്ട എന്നുള്ള തരത്തിലേക്ക് മാറുകയും ചെയ്യും. പിന്നീട് കോൺഫിഡൻസ് നഷ്ടപ്പെടും. ഇതിനോട് ഗുരുതരമായിട്ട് ഇതോടൊപ്പം തന്നെ ചേർന്ന് കിട്ടുന്ന ഒരു പ്രശ്നമാണ് സെക്സിനോടുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെടുക. കാരണം ഈ സ്പ്രേ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പെർഫോം ആങ്സൈറ്റി സംഭവിക്കുക. മൂന്നാമത്തെ കാര്യമാണ് ഡിലേ കോണ്ടം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്താണ്, ടൈമിംഗ് ഡിലേ കോണ്ടംസ് അവൈലബിൾ ആണ്. അതിൻ്റെ കാരണം എന്താണ്, നേരത്തെ പറഞ്ഞ ലോക്കൽ അനസ്തേഷ്യ അല്ലെങ്കിൽ ഒന്നിൽ തിൻ പവർ കോണ്ടംസ് ആയിരിക്കും. സെൻസേഷൻ കുറയ്ക്കുക. എല്ലാത്തിൻ്റെയും മർമ്മപ്രധാനമായ കാരണം എന്താണ്, സെക്ഷൽ സെൻസേഷൻ കുറയ്ക്കുക. ലോക്കൽ സെൻസേഷൻ അനസ്തേറ്റിക് ഏജൻറ്റുകൾ ഉപയോഗിച്ച്, അപ്പോൾ ക്രീം ആയാലും ജെല്ലായാലും സ്പ്രേ ആയാലും കോണ്ടംസ് ആയാലും റഫ് ടൈപ്പ് ആയാലും സെൻസേഷൻ കുറയ്ക്കുക. സെൻസേഷൻ കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും, നോർമലി ആ സെക്സ് എന്നുള്ള സാധനം ബ്രെയിൻ അറിയാതിരിക്കുകയും ആ സെക്ഷൽ സ്റ്റിമുലേഷനും ഇജാക്കുലേഷനിൽ എത്താതിരിക്കുകയും ചെയ്യും. ഈ മൂന്ന് തരത്തിൽപ്പെട്ട നോർമൽ അല്ലാത്ത, അല്ലെങ്കിൽ എന്താ പറയുക, ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് പ്രോസസ്സിലൂടെ സംഭവിക്കുന്ന ആഫ്റ്റർ എഫക്റ്റാണ് നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ. ഒന്ന്, സെക്സോട് താല്പര്യമില്ലാത്ത അവസ്ഥ വരെ മെയിലിനും ഫീമെയിലിനും. ഇനി എന്താണ് പ്രീമച്വർ ഇജാക്കുലേഷൻ നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ കേസിന് നമുക്ക് ചെറിയൊരു ട്രീറ്റ്മെൻറ്റോടുകൂടി തന്നെ ആ ഒരു പേഷ്യൻറ്റിന് കംപ്ലീറ്റ് റിക്കവറി സാധിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഉറക്കത്തെക്കുറിച്ചും ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ കുറിച്ചും അതോടൊപ്പം ഡയറ്റും മെഡിസിൻസും ലോക്കൽ ആപ്ലിക്കേഷനും കൊടുക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം അത് 32 ഏജിലുള്ള ഒരു യുവാവായിരുന്നു. വളരെ സങ്കടത്തോടുകൂടി നിരാശയോടെയാണ് വന്നത്. കാരണം കാരണം എല്ലാവർക്കും അറിയാം, കാരണം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് സെക്സ് എന്നുള്ളത്. കാരണം അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ മുന്നിലായി കഴിഞ്ഞാലും ഇപ്പോൾ ഗേൾഫ്രണ്ടിൻ്റെ മുന്നിലായി കഴിഞ്ഞാൽ അതോടുകൂടി ജീവിതം തകർന്നു. ബാക്കി എന്ത് നേടിക്കഴിഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള അവസ്ഥയിൽ പൊട്ടിക്കരയാണ് ചെയ്തത്. അപ്പം കൗൺസിലിംഗ് ചെയ്യും അവിടെ സംസാരിക്കുകയും ചെയ്തപ്പോഴാണ് പുള്ളിയുടെ കാരണങ്ങൾ മനസ്സിലാവുകയും പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റി. അപ്പോൾ ഇനി എന്താണ് പ്രീമച്വർ ഇജാക്കുലേഷൻ നമുക്ക് നോക്കാം. നോർമലി ബാക്കിയുള്ള ആൾക്കാരൊക്കെ പല രൂപത്തിലാണ് സെക്സിനെ കുറിച്ച് പറയുന്നത്. നമ്മുടെ ഫ്രണ്ട്സ് ആയാലും നമുക്ക് ഡയറക്റ്റ് അല്ലാത്ത ഹെൽത്ത് ഓറിയൻറ്റഡ് അല്ലാത്ത ഇൻഫർമേഷൻ കംപ്ലീറ്റ്ലി റോങ് ആയിരിക്കും. കാരണം നമ്മൾ ഫ്രണ്ട്സോട് സംസാരിക്കുമ്പോൾ അവരെന്താ പറയുക, എനിക്ക് 15 മിനിറ്റ് കിട്ടാറുണ്ട്, എനിക്ക് 25 മിനിറ്റ് കിട്ടാറുണ്ട്. കാരണം ഞാൻ ചോദിച്ചു, അപ്പോൾ അവരോട് ഡോക്ടർ ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങളോട് നിങ്ങൾ ഫ്രണ്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മറുപടി എന്തായിരിക്കും?
ഡോക്ടർ എൻ്റെത് നോർമലി അത് തന്നെയായിരിക്കും, ഒരു 15-20 മിനിറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എത്ര മിനിറ്റ് കിട്ടാറുണ്ട്? ഇത് തന്നെയാണ് അവസ്ഥ. കാരണം ഇത് ഒരു യുവാവും ഒരു മെയിലും കൃത്യമായിട്ടുള്ള സത്യം പുറത്ത് പറയാറില്ല. അപ്പം ഇത്തരത്തിൽ നോർമലി നമ്മൾ പറയാറുള്ളത് 1 മിനിറ്റ് താഴെയുള്ള ബന്ധപ്പെട്ടതിന് ശേഷം 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇജാക്കുലേഷൻ സംഭവിക്കുന്നത് നമ്മൾ പ്രീമച്വർ ഇജാക്കുലേഷൻ ഗണത്തിൽപ്പെടുത്തുന്നത്. രണ്ടാമത്തത് 2 മുതൽ 3 മിനിറ്റ്, അത് നോർമലാണ്, പക്ഷെ അത് ഷോർട്ടാണ്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റാറുണ്ട്? പാർട്ട്ണറെ തൃപ്തിപ്പെടുത്താൻ പറ്റാറുണ്ട്. പക്ഷെ അത് പീരീഡ്സ് എന്താണ്? നോർമലാണ്. മൂന്നാമത്തത് 3 to 5 വരെയാണ് നമ്മൾ ആവറേജ് സെക്ഷൽ ടൈമായിട്ട് കരുതുന്നത്. 5 to above ആണ് ലോങ് ടൈമായിട്ട് കൺസിഡർ ചെയ്യാനുള്ളത്. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാണ്, ചില ആൾക്കാർ ഡോക്ടർ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ സ്ഖലനം സംഭവിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഹിസ്റ്ററി എടുക്കുമ്പോൾ അതിൻ്റെ കോഴ്സും കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞെടുക്കും. നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നോർമലി ഇത് 30 to 60% പുരുഷന്മാരിൽ കണ്ടുവരുന്ന പ്രശ്നമാണ്. ജീവിതത്തിൽ കുറച്ചെങ്കിലും ഈ പറഞ്ഞ സ്ത്രീസ്ഖലനം അനുഭവിക്കാത്ത പുരുഷന്മാർ വളരെ വിരളമായിരിക്കും. ഇനി എത്രയാണ് അതിൻ്റെ ടൈപ്സ് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും പ്രീമച്വർ ഇജാക്കുലേഷൻ 2 തരത്തിലാണ്. ഒന്ന് പെർമനൻ്റ് ആണ്, രണ്ടാമത് സെക്കൻഡറി ആണ്. പെർമനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂറോബയോളജിക്കൽ എഫക്റ്റ് ഉണ്ട്. കാരണം അത് സ്ട്രക്ചറലി ഡിഫോർമാലിറ്റീസ് ആയിരിക്കും. അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഈ പറഞ്ഞ ടൈമിങ് കിട്ടാത്തൊരവസ്ഥ, ബന്ധപ്പെടുമ്പോൾ തന്നെ സ്ഖലനം സംഭവിക്കുന്നു. അത് പെർമനൻ്റ് ആണ്, അത് ഇൻക്യൂറബിൾ ആവണം, അത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കില്ല. രണ്ടാമത്തെ പറയുന്നത് സെക്കൻഡറി ആണ്. സെക്കൻഡറിയുടെ ഏറ്റവും പ്രധാനമായിട്ട് പറയണത് പെർഫോം ആങ്സൈറ്റിയാണ്. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഈ സെക്ഷൽ ഇൻ്റർകോഴ്സ്, ഇപ്പം ഉദാഹരണത്തിന് അൺപ്രൊട്ടക്റ്റഡ് സെക്സോ അല്ലെങ്കിൽ പ്രത്യേക സിറ്റുവേഷനിൽ ചെയ്യുമ്പോൾ, ചിലപ്പോൾ മക്കളുള്ള സമയത്ത് മക്കളെ തൊട്ടടുത്ത റൂമിലാക്കിയതിന് ശേഷമോ അല്ലെങ്കിൽ പെട്ടെന്ന് ജോലിക്ക് പോകുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു ഫിസിക്കൽ സ്ട്രെസ്സുള്ള സമയത്ത് ബന്ധപ്പെടുന്ന സമയത്ത് വളരെ ടൈമിംഗ് കുറഞ്ഞ രൂപത്തിൽ ബന്ധപ്പെടുക. ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് മൈൻഡിൽ കൊണ്ടു നടക്കുന്നില്ലേ. വൈഫ് ആ സമയത്ത് പറയും, പാർട്ട്ണർ എന്ത് പറയും, നിങ്ങൾക്ക് എന്താ ടൈമിംഗ് ഇല്ലാതെ. അപ്പോൾ അത് സ്ട്രഗിളായിട്ട് ചെയ്യും. പിന്നീട് തോന്നും എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ പുള്ളിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. അതിൻ്റെ മുമ്പുള്ള എല്ലാ സെക്ഷൽ റിലേഷൻസും പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റോട് കൂടി എന്ത് ചെയ്യും? പെർഫോം ആങ്സൈറ്റി വരികയും പിന്നീട് കംപ്ലീറ്റ് കോൺഫിഡൻസ് ലോസ് ആവുന്ന അവസ്ഥയും വരിക. ഇതാണ് സെക്കൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പിന്നെ പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ട്, പ്രോസ്റ്റേറ്റിന് കഴിക്കുന്ന മെഡിസിൻസ്, പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ട് ഇതിന് കോമൺ ആയിട്ട് കണ്ടുവരാറ്. കാരണം എന്താ? പ്രോസ്റ്റേറ്റിൻ്റെ ആ എൻലാർജ്മെൻറ്റിന് പ്രഷർ കാരണം ഇജാക്കുലേഷന് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പെയിൻ ഉണ്ടാവാറുണ്ട്. സെമൻ റിലീസ് ചെയ്യാത്തൊരവസ്ഥ വരും. ചില മെഡിസിൻസും അതിന് പ്രോസ്റ്റേറ്റ് ചില മെഡിസിൻസും അതിന് കാരണമാവാറുണ്ട്. എന്ത് ചെയ്യും? ഈ രൂപത്തിൽ ചെയ്യുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കണ്ടുവരാറുണ്ട്. പിന്നെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് സ്ട്രെസ്സും ആങ്സൈറ്റിയും. ഇതും സ്ട്രെസ്സും ആങ്സൈറ്റിയും കൊണ്ടുവന്നത് ഇത്തരത്തിലാണ് സെക്കൻഡറി പെട്ട പ്രീമച്വർ ഇജാക്കുലേഷൻ സംഭവിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് പ്രീമച്വർ ഇജാക്കുലേഷൻ്റെ കോസസ് എന്ന് വിശദമായിട്ട് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് മാസ്റ്റുർബേഷനാണ്. കാരണം മാസ്റ്റുർബേഷൻ എന്തുകൊണ്ട് പ്രീമച്വർ ഇജാക്കുലേഷൻ സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, മാസ്റ്റുർബേഷൻ ചെയ്യുന്ന സമയത്ത് പണ്ട് കാലങ്ങളിലൊക്കെ യുവാവായിരിക്കുന്ന സമയത്ത് കല്യാണത്തിന് മുമ്പ് നമ്മൾ മാസ്റ്റുർബേഷൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, സെക്ഷൽ ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രോഗ്രാമിംഗ് സെറ്റ്, ഇന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും, ഒരു സിസ്റ്റത്തിൽ ഒരു പ്രോഗ്രാമിംഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിനനുസരിച്ച് മാത്രമേ സിസ്റ്റം വർക്ക് ആവുള്ളൂ. അതുപോലെ ആ സമയത്ത് നമുക്കൊരു പാർട്ട്ണർ ഉണ്ടാവില്ല. പക്ഷേ മാസ്റ്റുർബേഷൻ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് തന്നെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ സ്ഖലനം സംഭവിക്കാനുള്ള എല്ലാ പരിപാടികളും നമ്മൾ എടുക്കും. കാരണം എന്തായിരിക്കും? ബാത്റൂമൊന്നും അല്ല ബെഡ്റൂമൊന്നും വളരെ ചുരുങ്ങിയ ടൈം കൊണ്ടായിരിക്കും സ്ഖലനം സംഭവിക്കുക. ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൈഫായിട്ട് ബന്ധപ്പെടുമ്പോൾ തന്നെ ചില പേഷ്യൻസ് പറയാം, ഡോക്ടറെ വൈഫ് വരുന്നതിന് മുമ്പ് എനിക്ക് സ്ഖലനം സംഭവിക്കാറുണ്ട്. അത് ഈ പറഞ്ഞ മാസ്റ്റുർബേഷൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. കാരണം എന്താണ്? അവർ ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ പുള്ളിയുടെ മൈൻഡിൽ എന്താക്കിയിട്ടുണ്ട്? ആ എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പിലെത്തിയിട്ടുണ്ട്. വൈഫ് എത്തുന്നതിന് മുമ്പ് തന്നെ നേരെ ഇൻ്റർകോഴ്സിലേക്ക് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് സ്ഖലനം സംഭവിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് സഡൻഡറി ലൈഫ് സ്റ്റൈൽ. സഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും ഇന്നിപ്പോൾ എല്ലാ ഡോക്ടേഴ്സും പ്രധാനപ്പെട്ട പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് സഡൻഡറി ലൈഫ് സ്റ്റൈൽ. ഈ സഡൻഡറി ലൈഫ് സ്റ്റൈൽ ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നത്, സഡൻഡറി ലൈഫ് സ്റ്റൈലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായിട്ട് സംഭവിക്കുന്ന 2 കാര്യങ്ങൾ. അതിൽ ഏറ്റവും ഒന്നാമത്തത് വൈകിട്ടുള്ള ഉറക്കമാണ്. വൈകിട്ടുള്ള ഉറക്കം എന്തുകൊണ്ട് കോംപ്ലിക്കേഷൻ സൃഷ്ടിക്കും? കേവലം പ്രീമച്വർ ഇജാക്കുലേഷന് മാത്രമല്ല, എല്ലാ ആക്ടിവിറ്റീസും, നേരത്തെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഡയബറ്റിക്കിന്, ഹാർട്ട് അറ്റാക്കിന്, പ്രവാസികളിൽ കൂടുതലായിട്ട് ഹാർട്ട് അറ്റാക്ക് കണ്ടുവരാനുള്ള കാരണം എന്താണ്? ഈ പറഞ്ഞ ലൈറ്റ് ഉറക്കമാണ്. കാരണം എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈറ്റ് ഉറക്കത്തിന് ശേഷം നമുക്ക് വൈകി ഉറങ്ങുന്ന ആൾക്കാർക്ക് ബോഡിയിൽ എമർജൻസി ഹോർമോൺസ് ആയിട്ടുള്ള കോർട്ടിസോളും അതുപോലെ തന്നെ അഡ്രിനാലും പ്രൊഡ്യൂസ് ചെയ്യും.
ഈ കോർട്ടിസോളും അഡ്രിനാലും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ബോഡി അത് ഡേ പോലെ വർക്കാവും. കാരണം ആ സമയത്ത് ബോഡി എന്ത് ചെയ്യും, ലിവറിനോട് കൂടുതലായിട്ട് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയും. അപ്പോൾ കൂടുതലായിട്ടുള്ള ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബോഡി ബാക്കിയുള്ള പാർട്ട്, സാധാരണ ഇതിൽ ബോഡിയിൽ ഗ്ലൂക്കോസ് ബ്ലഡിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അത് ഇൻസുലിൻ്റെ സഹായത്തോടുകൂടി സെല്ലുകളിൽ സൂക്ഷിക്കും. പക്ഷേ ഈ ഹോർമോൺ നിർദ്ദേശം കൊടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, അതൊരു എമർജൻസി സിറ്റുവേഷനാണ്. ആ സമയത്ത് കോശങ്ങളോട് പറയും നിങ്ങൾ ആരും ഗ്ലൂക്കോസ് എടുക്കരുത്, ഇപ്പോൾ ഒരു പ്രശ്നം വരും, അത് സേവ് ചെയ്യാനുള്ള സാധനമാണെന്ന് പറയും. അപ്പോൾ അത് ബ്ലഡിൽ ഇങ്ങനെ നിൽക്കുകയും പിന്നീട് അത് എന്ത് ചെയ്യും, അത് ബാക്കിയുള്ള കാര്യങ്ങളിൽ ബാധിക്കുകയും ചെയ്യും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിൻ്റെ സെക്കൻഡ് ടൈപ്പായിട്ട് എന്താണ് വരിക, ഈ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഫാറ്റ് പ്രൊഡക്ഷൻ കാരണം എന്ത് ചെയ്യും, ഈ പറഞ്ഞ നോർമൽ ആയിട്ടുള്ള മെസ്സേജുകൾസ് ബോഡിയിൽ പാസ് ചെയ്യില്ല. കാരണം ക്രോണിക് ഇൻഫ്ലമേറ്ററി കണ്ടൻസ് ആയിട്ടുള്ള TNSF, ട്യൂമർ നെക്രോസിങ് ഫാക്ടർ, അതുപോലെ CRP ഫാക്ടേഴ്സ് കാരണം എന്ത് ചെയ്യും, ബോഡിയിൽ നോർമൽ പ്രൊഡക്ഷന്, നോർമൽ മെസ്സേജിങ് സംവിധാനത്തിന് തകരാറ് വരും. അതുകൊണ്ട് ഇതിൻ്റെ ഫലം ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എന്താ സംഭവിക്കുക, ബ്ലഡ് വെസൽസിൽ നോർമൽ ആയിട്ടുള്ള സപ്ലൈക്ക് പകരം ബ്ലഡ് വെസൽസിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ബോഡിയിൽ ഓവറോൾ കുറയും. ബ്ലഡ് വെസൽസിൽ ബ്ലോക്കേജ് വരും, ഷോർട്ട് ഓഫ് സർക്കുലേഷൻ വരും. ഇത് പതിയെ പതിയെ എന്താവും, നേരത്തെ പറഞ്ഞ പോലെ അറ്റാക്കിന് മറ്റു കാരണങ്ങളാവും. ഇത് ഉറക്കം തെറ്റുന്നതുകൊണ്ട് ശരീരത്തിൽ സംഭവിക്കുന്ന കാരണങ്ങളാണ്. അപ്പോൾ ഉറക്കം കൃത്യമായി കഴിഞ്ഞാൽ തന്നെയും ഒരുവിധ ഈ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. ഇതുപോലെ തന്നെയാണ് വ്യായാമക്കുറവും. പുതിയ പുതിയ റിസർച്ച് അനുസരിച്ച് സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുന്ന, ഏറ്റവും ബെസ്റ്റ് സൈക്ലിംഗ് ആണ് പറയുന്നത്, വിശദമായിട്ട് വ്യായാമങ്ങൾ താഴെ പറയുന്നുണ്ട്. അതിൽ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുന്ന പ്രീമച്വർ ഇജാക്കുലേഷൻ പേഷ്യൻസിന് 6 months കൊണ്ട്, 6 മാസം കൊണ്ട് അവരുടെ 30 to 40% ആൾക്കാർക്ക് വിത്തൗട്ട് മെഡിസിൻ അതിൽ ചേഞ്ചസ് വന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്, ഈ തുടർച്ചയായിട്ട് ഫിസിക്കൽ വർക്ക് എടുക്കാത്ത ആളെ കമ്പയർ ചെയ്യുമ്പോൾ ലോക്കൽ ക്രോണിക് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്, നേരത്തെ പറഞ്ഞ സഡൻഡറി ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് വന്ന ശാരീരിക അധ്വാനം കൃത്യമില്ലാത്ത ആൾക്കാർക്ക് എന്ത് സംഭവിക്കും, ക്രോണിക് ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ബോഡി കാണിക്കും. ഇതെന്ത് ചെയ്യും, സാധാരണ ഇതിൽ ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉള്ള ആൾക്കാർക്ക് ബോഡി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റിക്കവർ ചെയ്യും. സഡൻഡറി ലൈഫ് കൃത്യമായ വ്യായാമം ഇല്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യും, അത് ക്ലിയർ ആയിട്ട് കൃത്യമായ രൂപത്തിൽ അത് റിമൂവ് ആവില്ല. എന്ത് ചെയ്യും, ബോഡി തന്നെ അത് അടിഞ്ഞു കൊടുക്കും. പിന്നീട് എന്ത് ചെയ്യും, കാരണങ്ങളിൽ സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഇത് പതിയെ പതിയെ ബാക്കിയുള്ള എല്ലാ മൂഡ് സിക്നസ്, ഫോഗി ബ്രെയിൻ, ബാക്കി എല്ലാ ആക്ടിവിറ്റീസിനെയും ബാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രീമച്വർ ഇജാക്കുലേഷൻ ഇത് ഗുരുതരമായിട്ട് ബാധിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ. പിന്നീട് ഉണ്ടാകുന്ന മസിൽസിൻ്റെ വീക്ക്നെസ്, നെർവ്സ് വീക്ക്നെസ്, പിന്നെ ഹോർമോണൽ ചേഞ്ചസ്, അനവധി കാരണങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരാറുണ്ട്. ഇനി പ്രീമച്വർ ഇജാക്കുലേഷന് മുമ്പായിട്ട് ശരീരം കാണിക്കുന്ന പ്രധാനപ്പെട്ട സൈൻ ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കുക. സാധാരണ ഇതിലേക്കാണ് പിന്നെ രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന സ്ഖലനം, അതോടൊപ്പം തന്നെ സ്പേമിൻ്റെ ക്വാളിറ്റിയുടെ നഷ്ടപ്പെടുക, തിന്നായിട്ട് വളരെ കട്ടി കുറഞ്ഞ സ്പേമായിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറയുക. പിന്നെ തുടർച്ചയായിട്ടുണ്ടാകുന്ന യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ, പിന്നെ ചില സമയത്ത് ഇന്നർവേഴ്സിൽ എന്ത് ചെയ്യും, ചെറിയ വൈറ്റ് സ്ഖലനം പോലുള്ള ചെറുതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. ചില സമയത്ത് മോർണിംഗ് യൂറിനേഷൻ സമയത്ത് ചെറിയൊരു വൈറ്റ് കട്ട പോലുള്ള സാധനം പോവുക. അത് ഈ പറഞ്ഞ കാരണത്തിൻ്റെ പ്രീമച്വർ ഇജാക്കുലേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. ഇനി പ്രീമച്വർ ഇജാക്കുലേഷൻ്റെ സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എത്ര കാലം കൊണ്ടാണ്, അല്ലെങ്കിൽ എത്ര ടൈപ്പാണ്, എങ്ങനെയാണ് അത് സ്റ്റേജ് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് 3 സ്റ്റേജസ് ആണ് പ്രീമച്വർ ഇജാക്കുലേഷൻ ഉള്ളത്. ആദ്യത്തെ സ്റ്റേജസിൽ നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു ഫീലിംഗ് എന്ത് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം സ്ത്രീകസ്ഖലനം സംഭവിക്കും. പിന്നീട് അത് ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു വിഷയം ഇല്ലാത്തൊരവസ്ഥ വരും. നോർമലായിരിക്കും സെക്സിലെ ആക്ടിവിറ്റീസൊക്കെ, സെക്സിനോട് താല്പര്യമൊക്കെ ഉണ്ടാകും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സെക്കൻഡിൽ നമുക്ക് സെക്സിനോടുള്ള താല്പര്യം കുറയും, ചെറുതായിട്ട് കുറഞ്ഞു വരും. പക്ഷേ സ്ത്രീകസ്ഖലനം പിന്നെ 1-2 മിനിറ്റിനുള്ളിൽ തന്നെ സംഭവിക്കും. ആദ്യത്തേനേക്കാളും ഹാഫായിട്ട് സ്ഖലനം സംഭവിക്കും. ഈ സ്പേമിൻ്റെ കൗണ്ടും അതുപോലെ തന്നെ സ്പേമിൻ്റെ തിക്നെസ്സും കുറവായിരിക്കും. മൂന്നാമത്തെ സ്റ്റേജിൽ എന്താ സംഭവിക്കും, നമുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ സ്ഖലനം സംഭവിക്കുന്ന അവസ്ഥ. സ്പേമിന് വളരെ കട്ടി കുറവായിരിക്കും, ചില കേസുകൾ സ്പേംസ് ആബ്സെൻറ്റും ആയിരിക്കും. ഇനി പ്രീമച്വർ ഇജാക്കുലേഷൻ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? പ്രീമച്വർ ഇജാക്കുലേഷൻ നമ്മൾ നോർമലി ചെയ്യാറുള്ള ഇൻവെസ്റ്റിഗേഷൻസ്, ടെസ്റ്റുകൾ എന്താണ്, ഹോർമോണൽ ടെസ്റ്റാണ്. അതുപോലെ തന്നെ പിന്നെ ലിപിഡ് പ്രൊഫൈൽ ചെയ്യാറുണ്ട്, കൊളസ്ട്രോളിൻ്റെ അളവ് ചെക്ക് ചെയ്യാറുണ്ട്. ബ്ലഡ് ഷുഗർ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പ്രമേഹ രോഗികൾ പ്രീമച്വർ ഇജാക്കുലേഷൻ മോസ്റ്റ് കോമൺ ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ HbA1cയും FBSഉം റോൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് പ്രീമച്വർ ഇജാക്കുലേഷന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ബ്ലഡ് ടെസ്റ്റുകൾ. പ്രീമച്വർ ഇജാക്കുലേഷൻ നമുക്ക് ഡയറ്റിലൂടെ തന്നെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഡിപ്പെൻഡ് അപ്പോൺ ദ കേസസ് ആണ്. ക്രോണിക് ആണെങ്കിലും വളരെ സിവിയർ ആണെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും
ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ വിശദാംശങ്ങൾ തേടേണ്ടതാണ്. ഡയറ്റിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നീഷ്യം സിങ്ക് കണ്ടൻറ്റുള്ള ഫുഡുകൾ കഴിക്കുകയാണെങ്കിൽ, ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെയധികം എഫക്റ്റീവാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് വർദ്ധിക്കാൻ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് സഹായിക്കും. അതോടൊപ്പം തന്നെ സ്ട്രെസ്സും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനും പറ്റും. മൂന്നാമത്തെ ഏറ്റവും പ്രധാനം സെമൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനും ഈ ഫുഡുകൾക്ക് പറ്റും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് പിസ്തയാണ് ഡ്രൈ ഫ്രൂട്ടിൽ. അതുപോലെ തന്നെ ഫിഗ്, അത്തിപ്പഴം, ഈത്തപ്പഴം, അതുപോലെ തന്നെ നിർബന്ധമായിട്ട് കഴിക്കേണ്ടതാണ് ഡയറ്ററി ഉൽപ്പന്നങ്ങൾ. ഇത് മൂന്നും നമ്മൾ ഭക്ഷണത്തിൽ പാലിക്കുകയാണെങ്കിൽ നമുക്ക് പ്രീമച്വർ ഇജാക്കുലേഷൻ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഇതോടൊപ്പം തന്നെയാണ് നിർബന്ധമായിട്ടും സഡൻഡറി ലൈഫ് സ്റ്റൈലിനെ തടയേണ്ടതും ഉറക്കവും വളരെ അത്യാവശ്യമാണ്. കാരണം ഈ പറഞ്ഞ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര മെഡിസിൻ കഴിച്ച് കഴിഞ്ഞാലും എത്ര ഡയറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവില്ല. നേരത്തെ പറഞ്ഞതുപോലെ ക്രോണിക് ഇൻഫ്ലമേഷൻ ബോഡിയുടെ ഉള്ളിൽ നടക്കും, പ്രോപ്പറായിട്ടുള്ള സർക്കുലേഷൻ സംഭവിക്കില്ല. ഇത് മാത്രമല്ല, ഡയബറ്റിക്കിനും അതുപോലെ തന്നെ കാർഡിയാക് പ്രോബ്ലംസിനും ഒക്കെ കാരണം. അപ്പോൾ കൃത്യമായ വ്യായാമവും കൃത്യമായ ഉറക്കവും പ്രീമച്വർ ഇജാക്കുലേഷന് വളരെ അത്യാവശ്യമാണ്. ഇനി പ്രീമച്വർ ഇജാക്കുലേഷന് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു ജ്യൂസ് എന്താണെന്ന് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഒരു ഗ്ലാസ് മിൽക്കിൽ 10 പിസ്തയും 3 ഫിഗും അതോടൊപ്പം തന്നെ 5 ഈത്തപ്പഴം ചേർത്ത് ഡെയിലി 2 നേരം പറ്റുകയാണ് കുടിക്കുക. അത് വളരെ എഫക്റ്റീവാണ്. അതോടൊപ്പം തന്നെ ഒരു ഹാഫ് സൈസ് ഒനിയൻ, ഒരു ഉള്ളിയുടെ 4/1 2 ടീസ്പൂൺ തേനിൽ ജ്യൂസ് അടിച്ച് കുടിക്കുക. ഇത് രണ്ടും വളരെ എഫക്റ്റീവാണ്. ഇതെന്തുകൊണ്ട് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സെമൻ്റെ പ്രൊഡക്ഷൻ, സെമൻ്റെ ക്വാളിറ്റി ഇത് രണ്ടും ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ മസിൽസിൻ്റെ പവർ ഇൻക്രീസ് ചെയ്യും, ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഹോർമോണിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യും. ഈ തരത്തിലാണ് ഇത് പ്രീമച്വർ ഇജാക്കുലേഷൻ എഫക്റ്റ് ആവുന്നത്. ഇനി പ്രീമച്വർ ഇജാക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം. നന്ദി.